ഇല്ല, ഇരിക്കണില്ല. ഇങ്ങോട്ട് കേറിയിരിക്കടാ. നോക്കി കേറിക്കോട്ടാ. ഞാൻ ഇവിടെ ആദ്യമായിട്ടൊന്നല്ലല്ലോ. എന്നാലും ഒന്ന് നോക്കിക്കടോ. അവിടെ ഇരിക്കും. സുമേഷ് പൈസ ഒന്നും അയച്ചിട്ടില്ലല്ലോ കമ്മാല്, അനക്ക് തരാൻ. പൈസ മേടിക്കാൻ വേണ്ടി മാത്രമേ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂന്നുണ്ടോ നാരായണേട്ടാ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ലടാ. ഞാനൊരു തമാശ പറഞ്ഞതാ നാരായണേട്ടാ. സുമേഷ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഈ പ്രാവശ്യം സക്കാത്തിന്റെ പൈസ ഒന്നും ഉണ്ടാവില്ലടാന്ന് വളരെ വിഷമത്തോടെയാണോ ഫോണിൽ കൂടെ പറഞ്ഞൊപ്പിച്ചത്. ഗൾഫുകാരന്റെ അവസ്ഥ ഒക്കെ റേഡിയോനിൽ കൂടെ കേട്ടെന്ന് ഞാനും ഓനെ പറഞ്ഞ് സമാധാനിപ്പിച്ച്. ഈ നാട്ടിലേക്ക് വരാൻ പേര് കൊടുത്തിട്ടില്ലടാ എന്ന് ചോദിച്ചപ്പോ ഓൻ ആദ്യമൊന്നും പറഞ്ഞില്ല. ഞാൻ 2-3 പ്രാവശ്യം അങ്ങനെ ചോദിച്ചപ്പോഴാ ഓൻ പറഞ്ഞത് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാതെ റൂമിൽ തന്നെ ഇരിക്കുന്നു. ഞാനൊന്നും പറയാണ്ട് ഫോൺ വെച്ച് നാരായണേട്ടാ. ഇത് മേടിക്കും. ഇതെന്താടത്? ഇത് കുറച്ച് പൈസയാണ്. ഇത് നിങ്ങൾ ഓനെ അയച്ചു കൊടുക്കണം. എന്നിട്ട് ഓനോട് നാട്ടിൽ വരാൻ വേണ്ടി പറയ്. വേണ്ട കമ്മാരെ, ഇത് നിന്റെ അവസ്ഥ കണ്ട് പടച്ചോനെ വിചാരിച്ച് പലരും തരുന്നല്ലേ. പടച്ചോൻ ആലോചിച്ച് വല്ലവരും തരുന്ന പൈസ അത് പടച്ചോൻ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയല്ലേ ചെലവാക്കേണ്ടേ നാരായണേട്ടാ. ഇത് മേടിക്കും. ഓനെനിക്ക് അന്യനൊന്നല്ലല്ലോ, എന്റെ ചെങ്ങായി എന്നല്ലോ ഓനു. പിന്നെ ഇത് ഞാൻ തന്നതാണെന്ന് ഓനറിയണ്ട. കൊടുത്ത് മാത്രം ശീലമുള്ളവർക്ക് മറ്റുള്ളവരെ മേടിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടാവും. ഇത് മേടിക്കിങ്ങള്.